ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ ദേ ഡ്യൂട്ടി ടൈമൊക്കെ കഴിയാൻ 1-2 മിനിറ്റുള്ളപ്പോൾ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നേരെ ഇറങ്ങി ഞാൻ ഹസ്ബൻഡിൻ്റെ ഷോപ്പിലെത്തി. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഡെയിലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ വ്ളോഗൊന്നും പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കിന് പോകുന്നതാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാകുമ്പോൾ പല രീതിയിൽ പല കണ്ടന്റുകൾ വീഡിയോ ആക്കാം. എന്നെ സംബന്ധിച്ച് എൻ്റെ ഡെയിലി ലൈഫിൽ ഇതൊക്കെയാണ് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീക്കുന്നു, റെഡി ആവുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വർക്ക്ഷോപ്പിൽ വരുന്നു, അമ്മയുടെ ഷോപ്പിൽ പോകുന്നു. ഇതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കണേ. പിന്നെ രാവിലെ വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കാരണം കൊണ്ട് എടുക്കാൻ പറ്റാറില്ല. അങ്ങനെ ഞാൻ ദേ ഷോപ്പിലെത്തി. ഇന്ന് സാധാരണ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള വീടിൻ്റെ അല്ല, വിഷ്ണുവിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അടുത്തുള്ള കടയിൽ നിന്നാണ് ചായ കുടിക്കാറ്. അപ്പം ഇന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് അമ്മയുടെ കടയിൽ പോയിട്ട് ചായ കുടിക്കാം. അവിടുത്തെ കട്ട്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ നല്ല ഫില്ലിങ് ഉണ്ടാവും ചിക്കൻ്റെ. അതും ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ചെറുതായിട്ടൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഞാനാണെങ്കിൽ എന്നാലും ആളെ അതിൽ ഇൻവോൾവ് ചെയ്യിക്കും. ഇങ്ങനെ എന്താ പറയുക, ആ വീഡിയോയിലൊക്കെ വന്നാലാണ് അതിൻ്റെ ഒരു ഇത് മാറുള്ളൂ. അങ്ങനെ ഞാൻ നേരെ റൂമിലെത്തി. അത് കഴിഞ്ഞിട്ട് നേരെ കുളിക്കാൻ പോയി. ഞാൻ നൈറ്റ് തല കഴുകാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ തല കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് തുമ്മൽ വരും. തുമ്മൽ വന്ന് ഞാൻ നിൽക്കാൻ വേണ്ടി 2-3 ദിവസം ഞാൻ മെഡിസിൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നൈറ്റ് തല കുളിക്കാറില്ല. രാവിലെയാണ് ഹെയർ വാഷ് ചെയ്യാറ്. അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകിയതിന് ശേഷം ചെയ്യുന്ന ആദ്യത്തെ പരിപാടി മുടിയിലെ ജട തീർക്കും. ആദ്യം എനിക്ക് നിറയെ മുടി ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് നിറയെ മുടി ഉണ്ടായിരുന്നു. മുടി ലെങ്ത്തിനേക്കാളും കൂടുതൽ നല്ല തിക്നെസ് ഉള്ള മുടിയായിരുന്നു. പിന്നെ കുറേ മുടിയുള്ള ആൾക്കാർക്ക് മുടിയിനോട് ഒരു വില ഉണ്ടാവില്ല. അത് നമുക്ക് ചില നേരത്ത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഷോർട്ട് ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒറ്റയടിക്ക് ഷോർട്ടാക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ലെങ്ത്ത് കുറച്ച് ഈ ഒരു ലെങ്ത്തിലോട്ടാക്കി. അച്ഛൻ എപ്പോഴും ചീത്ത പറയും, ഇങ്ങനെ എന്തിനാ മുടിയൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ നടക്കണത്, പെൺകുട്ടികളായ മുടി ഉണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പഴമക്കാരായതുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഹെയർ ഉള്ളതാണ് ഇഷ്ടം. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ നോക്കിയപ്പോൾ റൂമാണെങ്കിൽ മൊത്തം അലമ്പായി കിടക്കാണ്. എനിക്ക് മടിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കാതിരിക്കാനും പറ്റില്ല. അപ്പം ഞാൻ വേഗം ഫസ്റ്റ് തന്നെ ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് ക്ലീൻ ആക്കി വെച്ചു. എനിക്ക് ക്ലീൻ ആക്കൽ ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും ചെയ്യാൻ ഇഷ്ടമല്ല. അതൊക്കെ കഴിഞ്ഞ് നേരെ ബെഡ്മൊക്കെ കുറച്ച് തുണികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി. കഴിഞ്ഞ വട്ടം ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇനി വലിച്ചു വാരി ഇടില്ല, അടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കണമെന്ന്. പക്ഷെ അതൊന്നും നടന്നില്ല. വീണ്ടും അതിൽ ഞാൻ തോറ്റുപോയി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, അതായത് എൻ്റെ കുളിയും ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് താഴത്തേക്ക് ഇറങ്ങാറ്. താഴെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, താഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള, ഞങ്ങളാണെങ്കിൽ മുകളിലെ റൂമിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം അടുക്കളയിൽ ഞാൻ വൈകുന്നേരം അങ്ങനെ അധികം കയറാറില്ല. പകലും സത്യം പറഞ്ഞാൽ അധികം കയറാറില്ല. വൈകുന്നേരങ്ങളിൽ കുക്കിംഗ് ഭയങ്കര കുറവാണ്. കാരണം അമ്മ ചോറ് ഊറ്റി വെക്കും. പിന്നെ രാത്രി എന്തെങ്കിലും കറി ഞങ്ങൾ വരുമ്പോഴേക്കും തന്നെ അമ്മ സെറ്റ് ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇവിടുത്തെ റൂമിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ താഴേക്ക് പോവാറ് ഫുഡ് കഴിക്കാനായിട്ട്. ഫുഡ് കഴിക്കാൻ മുമ്പ് കുറേ നേരം അമ്മയ്ക്കായിട്ട് വർത്താനം പറഞ്ഞ്, പിന്നെ ഒരു 1 മണിക്കൂറൊക്കെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടാണ് തിരിച്ച് മുകളിലോട്ട് കയറുള്ളൂ. താഴെ ഇരുന്ന് സംസാരിക്കുമ്പോഴൊന്നും അത്ര പെട്ടെന്ന് ഉറക്കം വരില്ല. പക്ഷേ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പെട്ടെന്ന് ഉറക്കം വരും. ഈ ഉറക്കം ഇത്ര പെട്ടെന്ന് എവിടുന്നാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ടൊക്കെ എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ ഇഷ്ടമല്ല. കല്യാണത്തിന് മുന്നേ എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ ഇഷ്ടമല്ല. കുറേ നേരം അമ്മയായിട്ടും ഫാമിലിയായിട്ടും വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒരു 12-12:30 ആകുമ്പോൾ കിടന്ന് ഒരു 1 മണി വരെയൊക്കെ ഒന്ന് ഫോൺ നോക്കിയിട്ട് അങ്ങനെ ഉറങ്ങി ശീലിച്ച ആളാണ് ഞാൻ. പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറി. ഇവരെല്ലാവരും ഇവിടെ 10-10:30 ആകുമ്പോഴേക്കും ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കും. അപ്പോൾ എനിക്കും അത് ശീലമായി. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത്
ഞാൻ എന്ത് ചെയ്യും, കുറേ നേരം വർത്താനം അതങ്ങനെ ഇരിക്കുന്നതല്ല, അവിടെ ഓൾറെഡി അങ്ങനെ തന്നെയാണ്, ലേറ്റായിട്ട് തന്നെയാണ് എല്ലാവരും ഉറങ്ങാറുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആ ദിവസം ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നുക. അതല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് വന്നു ഫ്രഷായി ഫുഡ് കഴിച്ച് ഉറങ്ങുമ്പോൾ എനിക്ക് വൈകുന്നേരങ്ങളിൽ ആ ദിവസം ഒട്ടും എന്താ പറയുക പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റാത്ത പോലെ തോന്നും. ഈ പ്രൊഡക്റ്റീവ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അതൊന്നും ചെയ്യില്ല, എന്നാലും ആ ദിവസം പെട്ടെന്ന് തീരുന്ന പോലെ തോന്നും നേരത്തെ കിടക്കുമ്പോൾ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു. നോർമലി അലക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണികൾ പുറത്തുള്ള സോഫ സെറ്റിലാണ് കൊണ്ടിടാറ്. ഇവിടെ കൊണ്ടുവന്നിടുമ്പോൾ എനിക്കത് മടക്കണം എന്നുള്ള തോന്നൽ തോന്നും. അപ്പം എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ഇതാവും. അപ്പോൾ ഞാൻ മടക്കാനാവുമ്പോൾ ഈ ചെയറിൽ കൊണ്ടിടും. അങ്ങനെ മടക്കി ഒതുക്കി വെക്കുകയാണ് പതിവ്. അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് ആക്ച്വലി എനിക്ക് വ്ളോഗിൽ ഉൾപ്പെടുത്താൻ അറിയുള്ളൂ. പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ ഞാൻ പുറത്ത് പോകുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നേരെ താഴത്തേക്ക് ഇറങ്ങി ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാലേ എന്ന് വിചാരിച്ചിട്ട് രാത്രിയിലും അതൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈവനിങ് വ്ളോഗിലുള്ളൂ. അപ്പോൾ നമ്മൾ അധികം വ്ളോഗൊന്നും എടുത്ത് പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, ബൈ.